മൂല നക്ഷത്രക്കാർ, ജൂലൈയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് അവസാനിച്ചു. ഒരു ബന്ധം, ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു സ്വപ്നം. ആ നഷ്ടം നിങ്ങൾ പുറത്ത് കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഒരു യുദ്ധം ജയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങൾ തകരുന്നത് നിങ്ങളെ തോൽപ്പിക്കാനല്ല, കൂടുതൽ ശക്തനാക്കാനാണ്. ഈ മാസം നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാകാം. മൂലനക്ഷത്രത്തിൻ്റെ ഭരണകാരം കേതുവാണ്. അതിദേവ നിര്യതിയുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം വേരുകളാണ്. അതുകൊണ്ടാണ് മൂലനക്ഷത്രക്കാർ ഏത് കാര്യത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നത്. പുറമേ കാണുന്നതല്ല, സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് നിങ്ങളുടെ ശ്രമം. നിങ്ങൾ ധൈര്യശാലികളാണ്. പ്രതിസന്ധി വന്നാൽ ഓടിപ്പോകില്ല. തകർന്നടിഞ്ഞ് നിന്ന് വീണ്ടും ജീവിതം പണിയാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ഒരു വലിയ ദൗർലഭ്യമുണ്ട്. മനസ്സിൽ വേദന വന്ന എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കും. ആരോടും ഒന്നും പറയില്ല. ഈ ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ജൂലൈയിൽ നിങ്ങളുടെ പ്ലാൻ പോലെ എല്ലാം നടന്നില്ലല്ലോ. ഒരു അവസരം നഷ്ടപ്പെട്ടു, ഒരു തീരുമാനം വൈകി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാൾ മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എല്ലാം എനിക്ക് മാത്രം സംഭവിക്കുന്നത് എന്ന്. പക്ഷെ സത്യം മറ്റൊന്നാണ്, ജീവിതം നിങ്ങളെ തകർത്തതല്ല, അനാവശ്യമായതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ 2 ആഴ്ചകൾ വളരെ നിർണായകമാണ്. പഴയ ജോലി രീതികൾ മാറ്റേണ്ട സാഹചര്യം വരാം. ചിലർക്ക് പുതിയ ടീം, ചിലർക്ക് പുതിയ ഉത്തരവാദിത്തം, ചിലർക്ക് ജോലി മാറാനുള്ള ചിന്ത. ആദ്യത്തേത് ഈ മാറ്റം അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷേ മാസത്തിൻ്റെ 2ാം പകുതിയിൽ അതേ മാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ തുടങ്ങും. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോൾ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന മൂല നക്ഷത്രക്കാർ, ഈ മാസം പഴയ തെറ്റുകൾ ആവർത്തിക്കരുത്. പഴയ കണക്കുകൾ പരിശോധിക്കുക. നഷ്ടം വരുന്ന മേഖലകൾ ഒഴിവാക്കുക. ഒരു പുതിയ ക്ലയൻറ്റോ പുതിയ മാർക്കറ്റോ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിസർച്ച്, ടെക്നോളജി, കൃഷി, ഹെൽത്ത്, ഓൺലൈൻ സർവീസുകൾ ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല സൂചനകളുണ്ട്. സാമ്പത്തികമായി മാസത്തിൻ്റെ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. പക്ഷേ മധ്യത്തോടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശിക ലഭിക്കാം, അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ് തുറക്കാം. എന്നാൽ ഈ മാസം വികാരത്തിൻ്റെ പേരിൽ ആരെയും പണം കടം കൊടുക്കുന്നതിൽ സൂക്ഷിക്കുക. പ്രണയ ജീവിതത്തിൽ മൂല നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നിങ്ങൾ സ്നേഹിച്ചാൽ പൂർണ്ണമായി സ്നേഹിക്കും, പക്ഷേ വേദനിച്ചാൽ പൂർണ്ണമായി അകന്നു പോകും. ഈ മാസം പഴയ മുറിവുകൾ പുതിയ ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹിതരായ പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം ജീവിതത്തിലേക്ക് വന്നേക്കാം. പക്ഷേ ഈ പ്രാവശ്യം പഴയ അനുഭവങ്ങൾ കൊണ്ടല്ല, പുതിയ പ്രതീക്ഷ കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കുടുംബത്തിൽ ഒരു പഴയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യതയുണ്ട്. വീട്ടിൽ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഒരു കുടുംബ തീരുമാനം നിങ്ങൾക്ക് അഭിപ്രായം കൊണ്ട് നല്ല രീതിയിൽ അവസാനിക്കാം. മാസാവസാനം വീട്ടിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ക്ഷീണം, ഉറക്കക്കുറവ്, പുറം അല്ലെങ്കിൽ അരവേദന, മാനസിക സമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. ഈ മാസം ശരീരത്തിൻ്റെ ക്ഷീണത്തേക്കാൾ മനസ്സിൻ്റെ ക്ഷീണം മാറ്റാൻ ശ്രമിക്കുക. മൂല നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകാമെന്ന മാസമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ദുർബലമായ വേരുകൾ മുറിച്ച് ശക്തമായ ഒരു പുതിയ തുടക്കം നൽകാമെന്ന മാസമാണ്. ആദ്യ 2 ആഴ്ചകൾ ചില തീരുമാനങ്ങൾ അവസാനിക്കുന്നത് പോലെ തോന്നാം, പക്ഷേ ഓരോ അവസാനവും പുതിയ തുടക്കത്തിൻ്റെ വാതിലാണ്. മാസത്തിൻ്റെ അവസാന ആഴ്ച കരിയറിൽ മുന്നേറ്റം, ബിസിനസ്സിൽ പുതിയ അവസരം, സാമ്പത്തികമായ ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൽ സന്തോഷം, ഇവയിൽ ഒന്നോ അതിലധികമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, മൂല നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വിജയമല്ല, തകർന്നാലും വീണ്ടും ഉയർന്നു വരാനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ നഷ്ടപ്പെട്ടതിലേക്ക് തിരിഞ്ഞു നോക്കരുത്, വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് നോക്കൂ. കാരണം ചിലപ്പോൾ ജീവിതം ഒന്നിനെ എടുത്തു മാറ്റുന്നത് അതിലും വലിയ ഒന്നിന് ഇടം ഒരുക്കാനാണ്.